ഏവർക്കും നമസ്കാരം. 2025 നടക്കുന്ന രണ്ട് വലിയ രാശിമാറ്റങ്ങളാണ് മഹാശനിമാറ്റവും മഹാവ്യാഴമാറ്റവും. ശനിയുടെ മാറ്റം മാർച്ച് 29 തീയതിയും വ്യാഴത്തിൻ്റെ മാറ്റം മെയ് 14 തീയതിയുമാണ് നടക്കുക. കഴിഞ്ഞ 2.5 വർഷമായി തൻ്റെ ക്ഷേത്രമായ കുംഭത്തിൽ ശനി സഞ്ചരിച്ച് വരികയാണ്. എന്നാൽ മാർച്ച് 29 തീയതി ശനി കുംഭരാശിയിൽ നിന്നും വ്യാഴത്തിൻ്റെ ക്ഷേത്രമായ മീനത്തിൽ പ്രവേശിക്കും. തുടർന്ന് 2.5 വർഷം, അതായത് 2027 ജൂൺ 3 തീയതി വരെയും ശനി വ്യാഴക്ഷേത്രമായ മീനത്തിൽ സഞ്ചരിക്കുകയും ചെയ്യും. 2.5 വർഷം മീനരാശിയിൽ സഞ്ചരിക്കുന്ന ശനി ഓരോ കൂറുകാർക്കും അതിലെ നക്ഷത്രജാതർക്കും പലതരത്തിലുള്ള അനുഭവങ്ങളാകും നൽകുക. ചിലർക്ക് ശനി തൻ്റെ രാശിമാറ്റത്തിലൂടെ വളരെ ഭാഗ്യവും രാജയോഗവും നേട്ടങ്ങളും അംഗീകാരങ്ങളും പദവിയും എല്ലാം നൽകുമ്പോൾ ചിലർക്ക് അനിഷ്ടഫലങ്ങളെയും ദോഷങ്ങളെയും നൽകാം. എന്നാലും ഒരു കാര്യം അറിയുക, സർവീശ്വരകാരകനും ദേവഗുരുവും ആയ വ്യാഴം ശനിയുടെ സമൻ അഥവാ മിത്രസ്ഥാനം വഹിക്കുന്നു. അതുകൊണ്ട് തന്നെ ശനി അത്ര കണ്ട് അപകടകാരി ആകുന്നില്ല. മറിച്ച് ശത്രുക്കളായ സൂര്യൻ, ചന്ദ്രൻ, ചൊവ്വ എന്നിവരുടെ ക്ഷേത്രങ്ങളിൽ ശനി ഏറെ അനിഷ്ടനും അപകടകാരിയും ദോഷകാരിയും ആകുന്നു. തൽഫലമായി ക്രൗര്യവും വർദ്ധിക്കുന്നു. എന്നാൽ പരമസാത്വികനായ വ്യാഴത്തിൻ്റെ ക്ഷേത്രമായതിനാലും വ്യാഴം ശനിയുടെ മിത്രം ആകയാലും ഈ ക്ഷേത്രത്തിൽ ശനി അത്ര കണ്ട് ദോഷം വിതയ്ക്കില്ല. അപ്പോൾ ശനിയുടെ ഈ രാശിമാറ്റം ധനുക്കൂറുകാരെ എങ്ങനെ ബാധിക്കുന്നുവെന്ന് നമുക്ക് വിശകലനം ചെയ്യാം. മൂലം, പൂരാടം, ഉത്രാടം, കാൽ എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത്. ധനുക്കൂറുകാർക്ക് ശനി ഈ രാശിമാറ്റത്താൽ പ്രതികൂലമായ ഫലങ്ങൾ നൽകുന്ന നിലയിലേക്കാണ് മാറുന്നത്. കാരണം നിലവിൽ ഈ കൂറുകാർക്ക് അഭീഷ്ട ഫലങ്ങൾ നൽകുന്ന 3-ാം ഭാവത്തിലാണ് ശനി കഴിഞ്ഞ 2.5 വർഷമായി സഞ്ചരിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ മാർച്ച് മാസം 29 തീയതി ശനി ഈ കൂറുകാരുടെ 4-ാം ഭാവത്തിലേക്ക് പ്രവേശിക്കും. 4-ാം ഭാവത്തിലൂടെ ശനി സഞ്ചരിക്കുന്ന അന്ന് തൊട്ട് ഈ കൂറുകാർക്ക് കണ്ടകശനി ആരംഭിക്കുകയും ചെയ്യും. 4-ാം ഭാവം എന്നത് മാതൃഭാവം എന്നാണ് അറിയപ്പെടുന്നത്. കുടുംബത്തെയും കുറിക്കുന്നത് ഈ 4-ാം ഭാവത്തെ കൊണ്ട് തന്നെയാണ്. അതുകൊണ്ട് തന്നെ 4-ാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന ശനി കുടുംബത്തിൽ ഒരു സുഖക്കുറവ്, കുടുംബാംഗങ്ങൾ തമ്മിൽ ഒരു ഐക്യമില്ലായ്മ, അകൽച്ച, ബന്ധുമിത്രാദികൾ തമ്മിൽ അസ്വാരസ്യങ്ങൾ, കലഹം, പിതൃദുരിതം, ബന്ധുമിത്രാദികൾക്ക് രോഗാരിഷ്ടതകൾ, ശാരീരികമായ ക്ലേശങ്ങൾ, മാനസികമായ സംഘർഷങ്ങൾ എന്നിവയെ എല്ലാം ഉണ്ടാക്കാം. 4-ാം ഭാവം എന്നത് വാഹനത്തെയും കുറിക്കുന്നു എന്നതിനാൽ വാഹനവുമായി ബന്ധപ്പെട്ടുള്ള അറ്റകുറ്റപ്പണികൾ, ചെറിയ ചില അപകടങ്ങൾ എന്നിവയ്ക്കും സാധ്യതയെ പറയണം. അതുകൊണ്ട് തന്നെ ആരോഗ്യപരമായ കാര്യങ്ങളിൽ അതീവ ശ്രദ്ധ ഈ സമയത്ത് പുലർത്തുക. സദാചാരത്തിൽ നിന്നും വ്യതിചലിച്ചുകൊണ്ടുള്ള ജീവിതം, വസ്തുതർക്കങ്ങൾ, കോടതി വ്യവഹാരങ്ങൾ, മദ്യപാനം, ലഹരി എന്നിവയെല്ലാം ശനി 4-ാം ഭാവത്തിൽ കൂടി സഞ്ചരിക്കുമ്പോൾ വന്നു ഭവിക്കുവാൻ സാധ്യത ഉള്ളതിനാൽ നല്ല ശ്രദ്ധ, ചിട്ട എന്നിവ പുലർത്തുക. കൂടാതെ വീഴ്ചകൾ, അതുമൂലമുള്ള ഒടിവുകൾ എന്നിവയും ഈ സമയത്ത് ഉണ്ടാകാനുള്ള സാധ്യത ഏറെയാണ്. അതുകൊണ്ട് തന്നെ സാഹസിക യാത്രകൾ, അശ്രദ്ധയോടുകൂടിയ ഡ്രൈവിംഗ് എന്നിവ ഉപേക്ഷിക്കുക. ശനി എന്നത് ധനുക്കൂറുകാരുടെ 2-ാം ഭാവാധിപൻ ആകുന്നു. 2-ാം ഭാവം ധനസ്ഥാനമെന്നാണ് അറിയപ്പെടുന്നത്. ധനഭാവാധിപൻ അനിഷ്ടനായി കണ്ടകസ്ഥാനമായ 4-ാം ഭാവത്തിൽ സഞ്ചരിക്കുന്നതിനാൽ അത് ഈ ഭാവത്തെ പ്രതികൂലമായി ബാധിക്കാം. തൽഫലമായി സാമ്പത്തികമായ പ്രതിസന്ധികൾ, ധനനഷ്ടം, അമിതമായ ചെലവുകൾ, പാഴ്ചെലവുകൾ എന്നിവയ്ക്കും ഈ സമയത്ത് സാധ്യത അധികമാണ്. അതുകൊണ്ട് തന്നെ വലിയ മുതൽ മുടക്കിയുള്ള ബിസിനസ്സുകൾ, സംരംഭങ്ങൾ, ധനനിക്ഷേപം, ഭൂമി ക്രയവിക്രയങ്ങൾ എന്നിവയിൽ നിന്നും ഏർപ്പെടാതെ ഇരിക്കുന്നതാണ് നല്ലത്. കൂടാതെ പണം കടം കൊടുക്കൽ, വാങ്ങൽ എന്നിവയിലും നല്ല കരുതൽ ഈ സമയത്ത് പുലർത്തുക. ഈ കൂറുകാരുടെ 3-ാം ഭാവാധിപനും ശനിയാകുന്നു. തൽഫലമായി ബന്ധുമിത്രാദികളുടെ നിസ്സഹകരണം, ശത്രുത, അപവാദം എന്നിവയെല്ലാം ഈ കൂറുകാർക്ക് മാനസികമായ സംഘർഷങ്ങളെ ഈ സമയത്ത് സൃഷ്ടിക്കാം. അപ്പോൾ ധനുക്കൂറുകാരായ മൂലം, പൂരാടം, ഉത്രാടം, കാൽ എന്നീ നക്ഷത്രക്കാർക്ക് ശനി മാർച്ച് മാസം 29 തീയതി പ്രതികൂലനായി കണ്ടകശനി ദുരിതങ്ങൾ നൽകാം. അതുകൊണ്ട് തന്നെ മേൽപ്പറഞ്ഞ ഫലങ്ങൾ അനുഭവത്തിൽ വരാം. എന്നാൽ ഗ്രഹനിലയിലെ ക്ഷേത്രബലം, ഭാവബലം, ശുഭ പാപയോഗങ്ങൾ എന്നിവയ്ക്കനുസരിച്ച് ദോഷഫലങ്ങളിൽ വ്യതിയാനം വരാവുന്നതുമാണ്. കൂടാതെ നിലവിൽ ശനിയുടെ ദശാപഹാരങ്ങൾ നടക്കുന്നവർക്ക് ഈ സമയം കുറച്ച് അധികം പ്രയാസവും ദുരിതവും നൽകിയേക്കാം. ദോഷപരിഹാരത്തിന് ചിട്ടയോടും ധർമ്മത്തിൽ ഊന്നിയുമുള്ള ജീവിതരീതി പുലർത്തുക. അമിതമായ ആഗ്രഹങ്ങൾ വെച്ച് പുലർത്താതിരിക്കുക. ആകർഷകമായ പ്രലോഭനങ്ങളിൽ ചെന്ന് വീഴാതിരിക്കുക. സർവോപരി ഈശ്വരവിശ്വാസം പുലർത്തുക. ദോഷപരിഹാരങ്ങൾക്കായി ശനീശ്വരനെയും
ശനിയുടെ അധിഷ്ഠാന ദേവതയായ ശാസ്താവിനെയും ധ്യാനിക്കുക. ക്ഷേത്ര ദർശനം നടത്തി നീരാജനം വഴിപാടായി കഴിക്കുക. മറ്റ് മതസ്ഥർ അവരവർ വിശ്വസിക്കുന്ന ഈശ്വരനിൽ അടിയുറച്ച് വിശ്വസിക്കുക. അപ്പോൾ ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനകരമായെങ്കിൽ ലൈക്ക് ചെയ്യുക. കൂടാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഏവർക്കും ഈശ്വര കടാക്ഷങ്ങൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.